കൊച്ചി ഇനി മുതൽ പഴയ കൊച്ചിയല്ല. ആഗോള മെട്രോ നഗരങ്ങളുടെ പട്ടികയിലേക്ക് അറബിക്കടലിന്റെ റാണിയും എത്തുകയാണ്. ആദ്യഘട്ടം കുതിപ്പിനൊരുങ്ങുമ്പോൾ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങളുടെ കഥയാണ് കൊച്ചി മെട്രോയ്ക്ക് പറയാനുള്ളത്. പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപാട് പേരുടെ ദീർഘവീക്ഷണത്തിന്റെ ഏടുകൾ. പലപ്പോഴും ഒപ്പമുണ്ടായിരുന്ന വിവാദങ്ങളെയും പടിക്ക് പുറത്തു നിർത്തിയാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുന്നത്. കൊച്ചി മെട്രോ പദ്ധതിയുടെ വർഷങ്ങൾ നീണ്ട കുതിപ്പിനും കിതപ്പിനുമിടയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ പരിപാടി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിക്ക് ശുഭയാത്ര നേർന്ന് മെട്രോ എത്തുന്നു. ആലുവ മുതൽ പാലാരിവട്ടം വരെ 13 കിലോമീറ്റർ ദൂരം ഇനി ഗതാഗത കുരുക്കില്ലാതെ താണ്ടാം. കേരളത്തിന്റെ ആധുനിക നാഗരിക മുഖമായ കൊച്ചി മറ്റു നഗരങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ കുതിക്കുകയാണ്. 44,000 മെട്രിക് ടൺ ഉരുക്കിലും 3 ലക്ഷം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിലും ഒരുപാട് പേരുടെ അധ്വാനത്തിലും സ്വപ്നങ്ങളിലും പടുത്തുയർത്തിയ ആകാശവീഥി. 90കളുടെ അവസാനം ജലഗതാഗതത്തിനും റോഡ് റെയിൽ ഗതാഗതത്തിനും പിന്നാലെ വ്യോമഗതാഗതത്തിലേക്കും കൊച്ചി കടക്കുന്ന കാലം. കൊച്ചി മെട്രോ എന്ന പദ്ധതിയെക്കുറിച്ച് കേരളം സ്വപ്നം കണ്ടു തുടങ്ങുന്നതും ഈ സമയത്താണ്. കൂടി വന്ന ഗതാഗത കുരുക്കും സ്ഥലപരിമിതി റോഡ് വികസനത്തിന് തടസ്സമാകുമെന്ന തിരിച്ചറിവും മെട്രോ എന്ന ആശയത്തിന് പിന്തുണ കൂട്ടി. 1999 നായനാർ സർക്കാരിന്റെ കാലത്ത് സാധ്യതാ പഠനത്തിന് റൈറ്റ്സിനെ ചുമതലപ്പെടുത്തി. കൊങ്കൺ റെയിൽവേ വിജയകരമായി പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഈ ശ്രീധരനുള്ള സ്വീകരണം ഉണ്ടാവുകയും അന്ന് കേരള നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായ ആദരവ് നൽകുകയുണ്ട്. അപ്പോൾ കേരളത്തിന് എന്ത് നൽകും കഴിയുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ടാണ്, ഞാൻ ഓർക്കുമ്പോൾ അന്നത് സ്പീക്കറാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്, വിജയകുമാർ. അപ്പൊ അതിന് മറുപടിയായിക്കൊണ്ടാണ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ മെട്രോ റെയിൽ നന്നായിരിക്കും എന്നൊരാശയം അദ്ദേഹം തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ 99 മുതൽ തന്നെ കുറെ കൂടി മൂർത്തമായ ഒരു പദ്ധതി എന്ന നിലയിലേക്ക് കൊച്ചി മെട്രോ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആശയം മുന്നോട്ട് വന്നിരുന്നു. 2002 ആന്റണി സർക്കാരിന്റെ കാലത്ത് മെട്രോയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി. എന്നാൽ ഇടയ്ക്ക് സ്കൈബസ് പദ്ധതിയിലേക്ക് ചിന്തകൾ വഴിമാറി. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കേരളത്തിന്റെ ടൂറിസം വികസനത്തെക്കുറിച്ച് ഒരു സമഗ്രമായ ചർച്ച നടന്നു. അന്നത്തെ ടൂറിസം സെക്രട്ടറി ടി ബാലകൃഷ്ണനാണ് ഈ മെട്രോയുടെ പ്രാധാന്യം പറഞ്ഞത്. അത് യാത്രാ സൗകര്യങ്ങൾ നോക്കിയല്ല, ടൂറിസം വികസനം നോക്കിയായിരുന്നു. അതിന് കാരണം അദ്ദേഹം വിദേശത്ത് യൂറോപ്പിൽ പോയപ്പോൾ അന്ന് സ്കൈ മെട്രോ ഉണ്ട്, തൂങ്ങിക്കിടക്കുന്ന ബസ് പോലത്തെ മെട്രോ. ഇത് 3 ബോഗികളാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്, നമുക്കെന്തുകൊണ്ട് കൊച്ചിയാണുള്ള വ്യവസായ നഗരം, നമുക്ക് തുടങ്ങിക്കൂടാ. ആ ചർച്ച പിന്നീട് ശ്രീധരനെ വിളിക്കാനും ആന്റണിയുടെ മുമ്പിൽ കൊണ്ടുവരാനും ശ്രീധരന്റെ ഫുൾ സപ്പോർട്ട് അന്ന് നൽകിയിട്ടുണ്ട്. തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2004 കൊച്ചി മെട്രോയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2006 നിർമ്മാണം തുടങ്ങി 2010 പ്രവർത്തനം തുടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ കേന്ദ്രാനുമതി വൈകി. 2008 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്ക് വീണ്ടും ഗതിവേഗം. ജനുവരി 2 ചേർന്ന മന്ത്രിസഭായോഗം പദ്ധതിക്ക് അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് വിട്ടു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതി എന്ന ആശയത്തോട് UPA സർക്കാർ മുഖം തിരിച്ചു നിന്നു. വേണമെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകാമെന്ന് നിർദ്ദേശം. ഇതിൽ കുരുങ്ങി പദ്ധതി എങ്ങുമെത്താതെ നിന്നു. ഈ ശ്രീധരനെ പോലെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. PPP എന്നുള്ളത് ഇത്തരം പ്രൊജക്ടുകൾക്ക് പ്രായോഗികമാവില്ല. കാരണം മെട്രോ എളുപ്പത്തിൽ ലാഭം തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനമല്ല. അതിന് ലാഭം എന്നുള്ളത് തന്നെ സാമ്പത്തിക കണക്കുകൾക്കകത്ത് മാത്രം നോക്കുകയാണെങ്കിൽ ലാഭത്തിലാവുകയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ PPP പറ്റില്ല, സെൻട്രൽ സ്റ്റേറ്റ് DMRC മോഡലായിരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. കേരളത്തിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് ശക്തമായി സ്വീകരിച്ചത്. പക്ഷേ കേന്ദ്രം രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി യഥാർത്ഥത്തിൽ കേന്ദ്ര അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ മെട്രോയുടെ 3-4 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു. ഇപ്പോ ചെലവായതിന്റെ ഒരു പകുതി പണം കൊണ്ട് അന്ന് കൊച്ചിയിൽ മെട്രോ ഓടി തുടങ്ങുമായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിലെത്തിയതോടെ പദ്ധതിയോടുള്ള UPA സർക്കാരിന്റെ മനോഭാവത്തിലും മാറ്റം വന്നു.
ഡൽഹി ചെന്നൈ മെട്രോകളുടെ മാതൃകയിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ 2012 ജൂലൈയിൽ കേന്ദ്ര അനുമതി. മെട്രോ നടപ്പാക്കാനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാനും അനുമതി. അങ്ങനെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പിറവി. അന്ന് ചർച്ചകൾ രണ്ട് അലൈൻമെന്റിനെ കുറിച്ചാണ്. ഒന്ന്